നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ പോയിന്റിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എലിപ്സ് മോഷൻ ഈസ് എ പ്രീ ഡിഫൈൻഡ്. എലിപ്സ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ ടെംപ്ലേറ്റ് ആണോ, കളർ സ്കീം ആണോ, അനിമേഷൻ സ്കീം ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതിലാണ് എലിപ്സ് മോഷൻ വരുന്നത്? അനിമേഷൻ സ്കീമിനകത്താണ് എലിപ്സ് മോഷൻ വരുന്നത്. നമ്മൾ അനിമേഷനും ടെംപ്ലേറ്റും ട്രാൻസിഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം എലിപ്സ് മോഷൻ എവിടെയാണ് വരുന്നത്? അനിമേഷൻ സ്കീമിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ചൂസിങ് ദ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് ഡാഷ് ഓപ്ഷൻ ഹാസ് ടു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കളർ. നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്? ഡിസൈൻ ടെംപ്ലേറ്റ് ആണോ, കളർ സ്കീം ആണോ, അനിമേഷൻ സ്കീം ആണോ, കളർ എഫക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്? ഏതാണ് യൂസ് ചെയ്യുന്നത്? കളർ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊന്ന് നോക്കാം. ഒരു പ്രസൻറ്റേഷൻ, ഇത് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ സ്കീമിൽ നിന്നും ഏത് കളർ അനുസരിച്ച് കണ്ടോ, നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന കളർ സ്കീം സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം കളർ സ്കീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടെംപ്ലേറ്റിൻ്റെ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്തത്, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ, ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ടേബിൾസ് ഈസ് കോൾഡ്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ടേബിൾ ഇങ്ങനെയുള്ള സ്ലൈഡിനകത്തുള്ള എലമെൻസിനെയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ എന്ത് പറയും? ലേ ഔട്ട്, പ്രസൻറ്റേഷൻ, ഡിസൈൻ, സ്കീം. എന്താണ് ലേ ഔട്ട് എന്നാണ് പറയുന്നത്? സ്ലൈഡ് ലേ ഔട്ട്. നമ്മൾ തന്നെ പുതിയൊരു സ്ലൈഡ് എടുക്കുകയാണെങ്കിൽ തന്നെയും പല രീതിയിലുള്ള ലേ ഔട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. സ്ലൈഡ് ലേ ഔട്ടുകൾ കണ്ടോ, ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഉണ്ട്, സെക്ഷൻ ഹെഡർ ഉണ്ട്, ടു കണ്ടന്റ്, കമ്പാരിസൺ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏത് ലേ ഔട്ടിലെ സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, വിച്ച് കീ ഓൺ ദ കീബോർഡ് ക്യാൻ ബി യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് കീ, അല്ലെങ്കിൽ കീബോർഡിൽ ഏത് കീ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സ്ലൈഡ് ഷോ കാണാൻ പറ്റുന്നത്? ഏതാണ്? F5 ആണ് സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. F5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വ്യൂ ഇൻ പവർ പോയിന്റ് ക്യാൻ ബി യൂസ്ഡ് ടു എൻ്റർ സ്പീക്കർ നോട്ട്സ്. സ്പീക്കറിൻ്റെ നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് വ്യൂവിലാണ്? നോർമൽ വ്യൂവിലാണോ, സ്ലൈഡ് ഷോയിലാണോ, സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണോ, നോട്ട്സ് പേജ് വ്യൂവിലാണോ? നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നോട്ട്സ് പേജ് വ്യൂവിലാണ് സ്പീക്കർ നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. നോട്ട്സ് പേജ് വ്യൂ നമ്മൾ പറഞ്ഞു, മുകളിലൊരു സ്ലൈഡ് കാണും, താഴെ എന്ത് കാണും? നോട്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ കൂടി ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് സ്ലൈഡ് ട്രാൻസിഷൻ സ്പീഡ്. സ്ലൈഡ് ട്രാൻസിഷനിൽ നമുക്ക് സ്പീഡ് കൊടുക്കാം. അപ്പോൾ ആ സ്പീഡ് കൊടുക്കുമ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം, സ്ലോ, ഫാസ്റ്റ് ആൻഡ് മോഡറേറ്റ്. ഇതിൽ അവൈലബിൾ അല്ലാത്തത് ഏതാണ്? മോഡറേറ്റ് ആണ് അവൈലബിൾ അല്ലാത്തത്. നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്, മീഡിയവും ഉണ്ട്, സ്ലോയും ഉണ്ട്, ഫാസ്റ്റും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പവർ പോയിന്റ് ഫീച്ചർ വിൽ യു യൂസ് ടു അപ്ലൈ മോഷൻ എഫക്റ്റ് ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഓൺ എ സ്ലൈഡ്. അതായത് നമ്മുടെ ഒരു സ്ലൈഡിനകത്ത് പല രീതിയിലുള്ള ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്ട്സിനൊക്കെ മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ ആണോ, സ്ലൈഡ് ഡിസൈൻ ആണോ, അനിമേഷൻ ഒബ്ജക്റ്റ് ആണോ, അനിമേഷൻ സ്കീം ആണോ? ഏത് യൂസ് ചെയ്യുന്നത്? അനിമേഷൻ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അതിനകത്തുള്ള ഓരോ ഒബ്ജക്റ്റിനും, അതായത് ടെക്സ്റ്റിന്, അതുപോലെ തന്നെ ഇമേജസ്, ഇതിനെല്ലാം നമുക്ക് ടേബിൾസ് ഉണ്ടെങ്കിൽ ടേബിൾ, ഓരോന്നിനും നമുക്ക് എന്ത് കൊടുക്കാം? മോഷൻ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അനിമേഷൻ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫീച്ചർ വിൽ യു യൂസ് ടു അപ്ലൈ മോഷൻ എഫക്റ്റ് ഇൻ ബിറ്റ്വീൻ എ സ്ലൈഡ് എക്സിറ്റ് ആൻഡ് അനദർ എൻഡേഴ്സ്. അതായത് ഏത് ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ലൈഡ് എക്സിറ്റ് ആകുമ്പോൾ, ഇപ്പോൾ നമുക്ക് 5 സ്ലൈഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്ലൈഡ് പോയിട്ട് അടുത്ത സ്ലൈഡ് വരുന്ന സമയത്ത് ആ സ്ലൈഡിന് മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്?
സ്ലൈഡ് ട്രാൻസിഷൻ ആണോ, സ്ലൈഡ് ഡിസൈൻ ആണോ, അനിമേഷൻ ഒബ്ജക്റ്റ് ആണോ, അനിമേഷൻ സ്കീം ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ട്രാൻസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഓരോ സ്ലൈഡ്സിനും മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഇനി ഓരോ സ്ലൈഡിലുള്ള ഒബ്ജക്ട്സ്, അതായത് ടെക്സ്റ്റ്, ഇമേജസ്, ഇതിനൊക്കെ മോഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അനിമേഷൻ സ്കീമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോണ്ട് എഫക്റ്റ് ഈസ് അവൈലബിൾ ഇൻ പവർ പോയിന്റ് ഡയലോഗ് ബോക്സ്? ഇപ്പോൾ പവർ പോയിന്റ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ട് എഫക്റ്റ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോണ്ട് എഫക്റ്റ് ഈസ് അവൈലബിൾ ഇൻ പവർ പോയിന്റ് ഫോണ്ട് ഡയലോഗ് ബോക്സ്? പവർ പോയിന്റിലെ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ട് എഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ആണോ, ഷാഡോ ആണോ, എംബോസ് ആണോ, സ്ട്രൈക്ക് ത്രൂ ആണോ? ഇതിലേതാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഫോണ്ട് ഡയലോഗ് ബോക്സ് തന്നെ എടുത്തു നോക്കാം. അപ്പോൾ ഇതെടുത്തു നമ്മൾ ഇതിനകത്ത് ഇവിടെ ഫോണ്ട് ഉണ്ടല്ലോ, ഫോണ്ട് ഡയലോഗ് ബോക്സ്. നമ്മളിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് ഡയലോഗ് ബോക്സ് ക്ലിക്ക് ചെയ്തു. ഫോണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഫോണ്ട് ഡയലോഗ് ബോക്സ് വന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ലാറ്റിൻ ടെക്സ്റ്റ് ഫോണ്ട്, ഫോണ്ട് സ്റ്റൈല്, സൈസ്, അതുപോലെ തന്നെ ഫോണ്ട് കളറ്, പിന്നെ വരുന്ന എന്താണ്? സ്ട്രൈക്ക് ത്രൂ. ഇതിനകത്ത് നോക്കി, ഇതാണ് ഫോണ്ട് എഫക്റ്റിൽ വരുന്നത്. അപ്പോൾ ഫോണ്ട് എഫക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, ഡബിൾ സ്ട്രൈക്ക് ത്രൂ ഉണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, സ്മാൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ്, ഈക്വലൈസ് ക്യാരക്ടർ ഹൈറ്റ്, ഇത്രയുമാണ് ഇതിനകത്തെ ഫോണ്ട് എഫക്റ്റിൽ വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഓപ്ഷനിലുള്ളത് ഏതാണ്? നമുക്ക് നോക്കാം ഓപ്ഷൻസ്. അണ്ടർലൈൻ ഉണ്ട്, ഷാഡോ ഉണ്ട്, എംബോസ് ഉണ്ട്, സ്ട്രൈക്ക് ത്രൂ ഉണ്ട്. അപ്പം ഏതായിരുന്നു? സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് ഒക്കെയാണ് നമ്മൾ അവിടെ ഫോണ്ട് എഫക്റ്റ് ഡയലോഗ് ബോക്സിൽ കണ്ടത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സ്ട്രൈക്ക് ത്രൂ ആണ്. അപ്പോൾ കണ്ടോ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് ടെക്സ്റ്റ് ഇൻ പവർ പോയിന്റ്? നമ്മുടെ പവർ പോയിന്റിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നത്? നോട്ട് ബോക്സ് ആണോ, ടെക്സ്റ്റ് ബോക്സ് ആണോ, ടെക്സ്റ്റ് ലെയർ ആണോ, കമൻറ്റ് ബോക്സ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ലൈഡിനകത്ത് പ്ലേസ് ഹോൾഡറിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂ. ഇനി എവിടെയെങ്കിലും പ്ലേസ് ഹോൾഡർ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ പവർ പോയിന്റ് വ്യൂ? ഇതിൽ പവർ പോയിന്റ് വ്യൂ അല്ലാത്തത് ഏതാണ്? പേജ് വ്യൂ ആണോ, പ്രിന്റ് വ്യൂ ആണോ, നോർമൽ വ്യൂ ആണോ, ഔട്ട്ലൈൻ വ്യൂ ആണോ? ഏതൊക്കെയുണ്ട്? നമ്മൾ നോർമൽ വ്യൂ പഠിച്ചിട്ടുണ്ട്, ഔട്ട്ലൈൻ വ്യൂ പഠിച്ചിട്ടുണ്ട്, സ്ലൈഡ് ഷോ പഠിച്ചിട്ടുണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ പഠിച്ചിട്ടുണ്ട്, പ്രിന്റ് വ്യൂ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ് ഇതിൽ അവൈലബിൾ അല്ലാത്തത്? പേജ് വ്യൂ ആണ് അവൈലബിൾ അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൈൻഡ്സ് വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റം അനിമേഷൻ ആണോ, അനിമേഷൻ സ്കീം ആണോ, സ്ലൈഡ് ട്രാൻസിഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ബ്ലൈൻഡ്സ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ബ്ലൈൻഡ്സ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു സ്ലൈഡ് ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, in MS PowerPoint, two kinds of sound effects file that can be added to the presentation are. അതായത് സൗണ്ട് എഫക്റ്റ് ഫയൽസ്, രണ്ട് രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് ഫയൽസ് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്നാണ്. .jpg ആൻഡ് GIF ഫയൽസ് ആണോ, WAV ആൻഡ് JPG ഫയൽസ് ആണോ, WAV ആൻഡ് GIF ഫയൽസ് ആണോ, WAV ആൻഡ് MID ഫയൽസ് ആണോ? ഇതിൽ ഏതാണ് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്? .wav ആൻഡ് .mid ഫയൽസ് ആണ് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത്, വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു പവർ പോയിന്റ് ഷോസ്
പവർ പോയിന്റ് സ്ലൈഡ് ഷോസിൽ നമുക്ക് ഏതൊക്കെ ഫയൽ ഫോർമാറ്റുകൾ ആഡ് ചെയ്യാം. മുകളിൽ പറഞ്ഞത് സൗണ്ട് എഫക്റ്റ് ആണ്. ഇതിൽ ഏതൊക്കെ ഫോർമാറ്റിലുള്ള ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. .jpg, .gif, .wav, അതുപോലെ തന്നെ ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഇതെല്ലാം നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പേജ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ഇൻ പവർ പോയിന്റ് ഈസ് കോൾഡ്. പവർ പോയിന്റ് പ്രസൻറ്റേഷനിലുള്ള ഒരു പേജിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പേജസിനെയും പറയുന്ന പേരെന്താണ്? ഷീറ്റ് ആണോ, പേപ്പർ ആണോ, സ്ലൈഡ് ആണോ, ഡോക്യുമെൻ്റ് ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ പോയിന്റിലെ ഓരോ പേജസിനെയും പറയുന്ന പേര് സ്ലൈഡ് എന്നാണ്. സ്ലൈഡ്സിനകത്ത് എന്തുണ്ടാകും? പ്ലേസ് ഹോൾഡർ ഉണ്ടാകും. പ്ലേസ് ഹോൾഡറിൽ മാത്രമേ നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ യു ഓപ്പൺ എ ന്യൂ പ്രസൻറ്റേഷൻ എ സ്ലൈഡ് വിത്ത് ദി ഡീഫോൾട്ട് ഡാഷ് ലേഔട്ട് അപ്പിയേഴ്സ്. അതായത് നമ്മളൊരു പുതിയ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സ്ലൈഡ് വിത്ത് ഡീഫോൾട്ട് ഡാഷ് ലേഔട്ട്, ഏത് ലേഔട്ടിലുള്ള സ്ലൈഡ് ആയിരിക്കും അപ്പിയർ ചെയ്യുക, നമുക്ക് വരിക ഓട്ടോമാറ്റിക്കലി ഒരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ? ടൈറ്റിൽസ് ലേഔട്ടിലാണോ, ബ്ലാങ്ക് ആണോ, ഹോം ആണോ, വെർട്ടിക്കൽ ആണോ? ഏതായിരിക്കും ഉണ്ടാവുക? ടൈറ്റിൽ ലേഔട്ടിലുള്ള ഒരു സ്ലൈഡ് ആയിരിക്കും നമുക്ക് ഒരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ പോയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ PDF നോട്ട്സും ക്വിസും ഒക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലായ മാസ്റ്ററിങ് എഡ്യൂടെക്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. താങ്ക്